വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിപ്പോൾ ഏകദേശം 7 ചാപ്റ്റർ വരെ ക്ലാസ് എടുത്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ചൂടാണ്, അതിശക്തമായിട്ടുള്ള വെയിൽ, ചൂട്, അതേപോലെ കാറ്റ്, ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള ശ്രമം നോക്കണം. വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിന് പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ മനുഷ്യവിഭവശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ കുടിക്കുക. വെയിലുള്ള സമയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കുക. വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഹെൽമെറ്റൊക്കെ കൃത്യമായി ധരിച്ചതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അടിസ്ഥാന സൗകര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഇത്രയും എടുത്ത ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അഥവാ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. കാരണം എനിക്ക് തോന്നിയത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് സാധാരണ +1 കുട്ടികളുടെ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒഴിവാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സാധനമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവിടെ ഭയങ്കര സൗകര്യമാണ്, അല്ലെങ്കിൽ അവിടെ നല്ല അടിസ്ഥാന സൗകര്യമുള്ള വീടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ കണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, അല്ലേ? ഏതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പൊതുവെ ഇക്കണോമിക് സെക്ടേഴ്സ് എന്ന പേരിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ എന്ന പേരിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്, അല്ലേ? ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഇക്കണോമിക് സെക്ടേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളായ കാർഷിക, വ്യവസായിക, ആഭ്യന്തര, വിദേശ, വാണിജ്യ മേഖലകളെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കോൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് സൗകര്യങ്ങളാണ്. നമുക്ക് നല്ലൊരു രാജ്യമായിട്ട് വളർന്നു വരാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നാട്ടിലേക്ക്, നമ്മുടെ നാടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം ഞാൻ താമസിക്കുന്ന മണ്ണാർക്കാട് എന്ന് പറയുന്നത് ഏകദേശം ഒരു നഗരമായി കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ്, അല്ലേ? ഇവിടെ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പുതൂർ, അട്ടപ്പാടിയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് പുതൂർ എന്ന് പറയുന്നത്. പുതൂരിനെ അപേക്ഷിച്ച് മണ്ണാർക്കാടിനെ നമ്മൾ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? പുതൂർ ഒരു റൂറൽ ഏരിയയാണ്, നമ്മളൊരു നഗരപ്രദേശമാണ്, അല്ലേ? അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളെ സഹായിക്കുന്ന ഘടകങ്ങളെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാമീണ മേഖലയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന
സ്കൂളുകളായിരിക്കാം, അല്ലെങ്കിൽ കോളേജുകളായിരിക്കാം, അല്ലെങ്കിൽ ആ റോഡുകളായിരിക്കാം, അല്ലേ? അതുപോലെ തന്നെ ആശുപത്രികളായിരിക്കാം. ഇതെല്ലാം മെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെല്ലാം ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യ വിഭവശേഷി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 2 മാനങ്ങളുണ്ട്. അതായത് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെന്നും സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളെന്നും നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ്? ഗതാഗതം, ഭവന നിർമ്മാണം, ഊർജം, നഗര പശ്ചാത്തലം, വാർത്താവിനിമയം, വിവര സാങ്കേതിക വിദ്യ, കായിക രംഗം, റെയിൽ പാളങ്ങൾ, പൈപ്പ് ലൈൻ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോസ്പെരിറ്റിയിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രോസ്പെരിറ്റിയിലേക്ക് മൂവ് ചെയ്യും. കാരണം ഒരു രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഈ ബോക്സിലിട്ടിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇതില്ലാതെ, ഗതാഗത സൗകര്യമില്ലാതെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ സൗകര്യങ്ങൾ വേണം, ഒപ്പം റെയിൽവേ പാളങ്ങൾ വേണം, നഗരങ്ങളുമായിട്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് വിഭവങ്ങൾ ചോർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഒരു സാമ്പത്തിക മാനമുണ്ട്, അതുപോലെ തന്നെ ഒരു സാമൂഹിക മാനമുണ്ട്. സാമൂഹിക മാനത്തിൽ പെടുന്ന എന്താണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം. ഈ 3 സാമൂഹിക മാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വിദ്യാഭ്യാസവും ആരോഗ്യവും പാർപ്പിടവും ഈ 3 സാമൂഹിക മാനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മുടെ മനുഷ്യ വിഭവങ്ങളെ പ്രോസ്പെരിറ്റിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യ വിഭവ ശേഷി വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കണം, കാരണം 2 മാർക്കിന് തരംതിരിക്കാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇതൊരു ബോക്സിലിട്ട് തരും എല്ലാം കൂടെ. അതിൽ നിന്ന് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും തരംതിരിക്കാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ ഇപ്പോൾ ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ അത് എന്തൊക്കെയാണ്? ഞാനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇല്ലേ, നമുക്കിവിടെ ഒരു ചിത്രമുണ്ട്. ഇതിപ്പോൾ ഒരു ആശുപത്രി ഉണ്ടാവണം, അതുപോലെ തന്നെ എന്താണ്, ബ്രിഡ്ജ്, പാലങ്ങൾ വേണം, അതുപോലെ തന്നെ എന്താണ്, വൈദ്യുതി വേണം, വേസ്റ്റ് ബിന്നുകൾ വേണം, അതുപോലെ തന്നെ എന്താ, സ്റ്റോപ്പ് വാച്ചസ് വേണം, സിഗ്നൽ ലൈൻ വേണം, പിന്നെന്താണ്, ബാങ്ക് വേണം. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ നല്ല നിലയിലേക്ക് വളർത്താൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു രാജ്യത്തിന് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്നും അതുപോലെ തന്നെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്? അതിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ പ്രസക്തി? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്? അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതും 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക വ്യവസായങ്ങളുടെ നിലനിൽപ്പ് അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചാണ്. അല്ലേ, ആധുനിക വ്യവസായങ്ങളുടെ, നമ്മുടെ നാട്ടിലെ ആധുനിക വ്യവസായങ്ങളുടെ നിലനിൽപ്പ് എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചാണ്. അതുമാത്രമാണോ? അല്ല. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സാധന സേവനങ്ങളുടെ വിതരണം സുഗമമാക്കുന്നു. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധന സേവനങ്ങളുടെ വിതരണം സുഗമമാക്കും. അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച മനുഷ്യ വിഭവത്തെ സൃഷ്ടിക്കുന്നു. ഇത് രാജ്യ പുരോഗതി സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. മികച്ച നല്ല സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തിനേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത്? നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മാനുഷിക ശേഷി വികസനം
സേവനമാണ് അത് മെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, പിന്നെ എന്താണ്, പുതിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സാമ്പത്തിക വളർച്ച അതെന്ത് ചെയ്യും, ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ മക്കളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഈ പോയിന്റുകൾ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഈ പോയിന്റുകൾ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ ഒന്ന് പറഞ്ഞേ. ആധുനിക വ്യവസായങ്ങളുടെ നിലനിൽപ്പ് അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചാണ്. നമ്മുടെ നാട്ടിലെ ആധുനിക വ്യവസായങ്ങളുടെ നിലനിൽപ്പ് എന്താണ്, അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സാധന സേവനങ്ങളുടെ വിതരണം സുഗമമാക്കുന്നു. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യും, സാധന സേവനങ്ങളുടെ വിതരണം സുഗമമാക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താ, മെച്ചപ്പെട്ട സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച മനുഷ്യവിഭവത്തെ സൃഷ്ടിക്കുകയും ഇത് രാജ്യ പുരോഗതി സാധ്യമാക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, പുതിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്, 4 മാർക്ക് കിട്ടും കേട്ടോ. 4 മാർക്ക്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഇനിയാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ഇതിൻ്റെ കുറച്ച് റിയലൈസിങ് ഫാക്ടറിലേക്കൊക്കെ വരുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മളെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് പഠിച്ചത് എന്താണ്, ഇന്ത്യയുടെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇത്രയും കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ, വാട്ട് ഈസ് ദ റിയൽ പിക്ചർ ഓഫ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഇന്ത്യയെക്കുറിച്ച് നമ്മളെ ഏറ്റവും ഡീപ്പിൽ നിന്നുകൊണ്ട്, താഴെ തട്ടിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ വികസനം പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ. അപ്പോൾ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇലക്ഷനൊക്കെ വരികയാണ് അല്ലേ, വീട്ടിലേക്കൊക്കെ ഇലക്ഷൻ വോട്ട് ചോദിച്ചുകൊണ്ടൊക്കെ സ്ഥാനാർത്ഥികൾ വരുന്ന ഒരു സമയമാണ്. നമുക്ക് അവരോട് സംവദിക്കുന്ന ആശയ രൂപീകരണത്തിൻ്റെ വേളയിലൊക്കെ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ എന്താണ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ വാട്ട് ഈസ് ദ റിയൽ പിക്ചർ ഓഫ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കറിയാം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ത് വേണം, ഒത്തിരി പൈസ വേണം അല്ലേ, ഒത്തിരി പൈസ വേണം. അത് മാത്രമല്ല നന്നായിട്ട് സാങ്കേതിക അറിവും ഉണ്ടായിരിക്കണം. വെറുതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ എന്ത് കിട്ടില്ല, ഇന്ത്യക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ രീതിയിൽ നന്നായി പൈസ ചിലവാക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നല്ല സാങ്കേതിക അറിവും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പങ്ക് അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെ ഒക്കെ പങ്ക് നമുക്ക് എന്ത് ചെയ്യാം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം. അതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ്, ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥ. ഗ്രാമങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത്, ആ കാര്യം പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോ സ്ഥിതിവിശേഷത്തെക്കുറിച്ചോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 70% ജനങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ്, ഗ്രാമപ്രദേശത്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ ജലാശയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ജലാശയങ്ങൾ എന്ന് പറയുന്നത് എന്താ, പൊതുജല സ്രോതസ്സുകളുണ്ട്
അല്ലേ? ഏതൊക്കെയാണത്? കിണർ, അതുപോലെ തന്നെ എന്താണ് പുഴ, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കുളങ്ങൾ, ഇതൊക്കെയാണ് പൊതുജലാശയങ്ങൾ എന്ന് പറയുന്നത്. അത്തരം പൊതുജലാശയങ്ങളെയാണ് കുടിവെള്ളത്തിനായി ജനങ്ങൾ ആശ്രയിക്കുന്നത്. അത് മാത്രമാണോ? അല്ല. ഇന്ത്യയിലെ 76% ജനങ്ങൾക്കും, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രദ്ധിക്കണേ, 76% ജനങ്ങൾക്കും ഇന്ത്യയിൽ ശുദ്ധീകരിച്ച ജലം ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ 76% ജനങ്ങൾക്ക് ശുദ്ധീകരിച്ച ജലം ലഭ്യമല്ലെങ്കിൽ ഇന്ത്യ വികസിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുണ്ടോ? നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാം അല്ലേ, 76% ജനങ്ങൾ ഇന്ത്യയിൽ എന്താണ് ശുദ്ധജലം പോലും അവർക്ക് കിട്ടുന്നില്ല. ദി ആക്സസ് ടു ഡ്രിങ്കിങ് പ്യുവർ വാട്ടർ അവർക്ക് ലഭ്യമാവുന്നില്ല എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഇന്ത്യ ഈസ് ആൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി. അതുപോലെ തന്നെ എന്താണ് വൈദ്യുതി ലഭ്യത 56% ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വൈദ്യുതി ലഭ്യത എത്ര മാത്രമേ? 56% ജനങ്ങൾക്കേ ഉള്ളൂ. നമ്മൾ പ്യുവർ കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ആയ സംസ്ഥാനമാണ് ഇന്ന് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 2012 കണക്കുകൾ പ്രകാരമാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ എത്രയാ? 2024 അപ്പോൾ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റഡ് അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ +1 +2 കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒത്തിരി അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2012 ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം 76% ജനങ്ങൾക്ക് ഇന്ത്യയിൽ ശുദ്ധജലം ലഭ്യമല്ല. 56% ജനങ്ങളും ഇന്ത്യയിൽ വൈദ്യുതി എന്നല്ല, അവർക്ക് മാത്രമേ ഇന്ത്യയിൽ വൈദ്യുതി ലഭ്യമാകുന്നുള്ളൂ. ബാക്കി വരുന്ന 44% ജനങ്ങൾക്ക് ഇന്ത്യയിൽ വൈദ്യുതി ലഭ്യമല്ല എന്നാണ് പറയുന്നത്. 90% ഇന്ത്യൻ ജനതയും ജൈവ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജൈവ ഇന്ധനം ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഗോബർ ഗ്യാസ് നമുക്കറിയാം. ജൈവ ഇന്ധനം എന്ന് പറയുന്നത് അതിൽ ചാണകം മെഴുകി ഉണക്കി അത് കത്തിക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിറക് കത്തിക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ ഉയരുന്ന പുക അല്ലേ, എത്രത്തോളം എന്താണ് നമ്മളെ അന്തരീക്ഷത്തെ മലിനീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ മലിനീകരണത്തിൻ്റെ അളവുണ്ടായിക്കഴിഞ്ഞാൽ എന്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്? നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള, ഓസോൺ ശോഷണം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്? ജൈവ ഇന്ധനം ഉപയോഗിക്കുന്നത് 90% ജനങ്ങളും ജൈവ ഇന്ധനമാണ് 2012 ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ശൗചാലയത്തിന് അപര്യാപ്തത, ശുചീകരണ ലഭ്യത എന്നിവ ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇന്ത്യയിൽ ശൗചാലയങ്ങളൊന്നുമില്ല, പക്ഷേ ശുചീകരണ ലഭ്യതയൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. 2012 ഇങ്ങനെയായിരുന്നു അവസ്ഥാവിശേഷം. ഇന്ന് നമ്മൾ 2024 ഏകദേശം 12 കൊല്ലങ്ങൾ നമ്മൾ മുന്നിലേക്ക് നടന്നു വന്നു അല്ലേ. ഏകദേശം 12 കൊല്ലങ്ങൾ നമ്മൾ മുമ്പിലേക്ക് നടന്നു വന്നു. ഇന്ന് ഇന്ത്യയുടെ ശുദ്ധജല ലഭ്യത എന്ന് പറയുന്നത് ഭൂരിഭാഗം ജനങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാകുന്നുണ്ട്. വളരെ കുറച്ച് പ്രദേശത്ത് മാത്രമേ ഇന്ത്യയിൽ ശുദ്ധജലം ലഭ്യമാകാത്തതുള്ളൂ. അതുപോലെ തന്നെ എന്താണ് വൈദ്യുതി ഏറെക്കുറെ കേരളത്തിൽ ഏകദേശം എല്ലാ വീടുകളും എന്ത് ചെയ്തിട്ടുണ്ട്? വൈദ്യുതി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തുടുക്കി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഊരുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിലെ തുടുക്കി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഊരുണ്ട്. ആ ഊരിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഊരിലേക്ക് നമ്മൾ വൈദ്യുതി എത്തിച്ചു എന്നാണ് പറയുന്നത്. അത് പാലക്കാട് ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഒത്തിരി മാധ്യമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വാർത്ത പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അവർക്ക് അവിടെ വൈദ്യുതി എത്തിച്ചേരുന്നതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വൈദ്യുതി എത്തിക്കാൻ നോർമലായിട്ടുള്ള ഇലക്ട്രിസിറ്റി എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സൗരോർജ്ജ പ്ലാന്റുകൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ കാര്യം ഏകദേശം ഇന്ത്യ ഓക്കെയാണ്. പിന്നെ കുക്കിംഗ് ഗ്യാസ് അല്ലേ, ഇപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്ന ഉജ്ജ്വൽ ഏതോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്?
കുക്കിംഗ് ഗ്യാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടന്നതാണ്. അപ്പോൾ 2024 അപ്ഡേറ്റഡ് ആയിട്ട് ഒരു കണക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ത്രോ ബാക്ക് ടു എന്താണ് ഈ ഒരു പഴയ കണക്കുകൾ പ്രകാരമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമുള്ള സാധനങ്ങളിലൊക്കെ ഒത്തിരി മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ റിയൽ ഒരു പിക്ചർ എന്ന് പറയുന്നത്, ഗ്രാമങ്ങളുടെ റിയൽ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ടേബിൾ പഠിക്കുകയാണ്. അതായത് മറ്റു രാജ്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ചൈന, അതുപോലെ തന്നെ ഹോങ്കോങ്, സൗത്ത് കൊറിയ, പാകിസ്ഥാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവയെല്ലാം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിലെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അത് നോക്കാം നമുക്ക് അല്ലേ. ചൈനയുടെ GDPയുടെ 20% ചിലവാക്കുന്നത് 2003 കണക്കുകളാണ് കേട്ടോ. ഇത് 20% ചിലവാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇനി 4% ഹോങ്കോങ് ചിലവാക്കി, ഇന്ത്യ 5% മാത്രമേ ഉള്ളൂ, സൗത്ത് കൊറിയ 7% ആണ്, പാകിസ്ഥാൻ 2%, സിംഗപ്പൂർ 5%, ഇന്തോനേഷ്യ 14%. ലൈക്ക് ഇവിടെ ചൈനയും ഇന്തോനേഷ്യയും ഇല്ലേ. ചൈന എന്ന് പറയുന്നത് എത്രയാണ്? 20%. അവരുടെ GDPയുടെ 20% ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇന്തോനേഷ്യ 14%. അതായത് ഇന്ത്യ ചിലവാക്കുന്ന 5%-േക്കാൾ ഇരട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അത്രയും പൈസ എന്തിനു വേണ്ടിയിട്ട്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചൈനയും ഇന്തോനേഷ്യയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു ചൈന ആൻഡ് ഇന്തോനേഷ്യ, ഇന്ത്യാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി ലോ അല്ലേ. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആക്സസ് ടു ഇംപ്രൂവ്ഡ് വാട്ടർ സർവീസ് 2012 കണക്കുകൾ പ്രകാരം ചൈനയിൽ 92, ഹോങ്കോങ്ങിൽ 92, ഇന്ത്യയിൽ അത് 84, സൗത്ത് കൊറിയ 98, പാകിസ്ഥാൻ 91, സിംഗപ്പൂരിൽ 100, ഇന്തോനേഷ്യയിൽ അത് 84. ഇവിടെയും ഇന്ത്യ എന്താണ്? വളരെ കുറവാണ്. ഓക്കെ, ആക്സസ് ടു ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ, ഇന്ത്യ 35% മാത്രമേ സാനിറ്റേഷൻ ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ചിലവഴിച്ചിട്ടുള്ളൂ. ഇത് 2012 കണക്കാണ് കേട്ടോ. ഇനി മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് 2012 അത് എത്രയാണ്? 69% അല്ലേ. ദെൻ പവർ ജനറേഷൻ 2010 കണക്ക് പ്രകാരം അത് 960. ഓക്കെ, ഇവിടെ പവർ ജനറേഷനിലൊക്കെ നമ്മൾ ഒത്തിരി ബാക്കിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 2ാം സ്ഥാനത്ത് ഉണ്ട് താനും. ഇത് ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും അടിസ്ഥാന സൗകര്യ സൂചകങ്ങളുടെ ഒരു കണക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ എന്തായാലും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഡാറ്റ 2012 ഡാറ്റയാണ്, ഇന്നത്തെ 2024 ഡാറ്റ അല്ല ഇത് കേട്ടോ. 2024 ഡാറ്റ അല്ല ഇത്, 2012 ഡാറ്റയാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം ഓരോ കൊല്ലം കൂടുന്തോറും ഇന്ത്യയുടെ ഭരണ ക്രമങ്ങളും പോളിസി ഫോർമുലേഷൻസ് ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ബുദ്ധി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ശിശു വളർന്നു വരുന്ന പോലെ തന്നെ ഇന്ത്യ ഓരോ കൊല്ലം കൂടുന്തോറും എന്ത് ചെയ്യുകയാണ്? പുതിയ പോളിസികളിലൂടെയും പുതിയ പ്ലാനിങ്ങിലൂടെയൊക്കെ എന്ത് ചെയ്യുകയാണ്? വളർന്നു വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ 2024 അബ്സല്യൂട്ട്ലി ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? മാറ്റം വന്നിട്ടുണ്ടാകും, നേരിയ ശതമാനത്തിലെങ്കിലും. ഇപ്പോൾ സാനിറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സാനിറ്റേഷൻ ഫെസിലിറ്റി, മൊബൈൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, മൊബൈൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ, വിച്ച് ഈസ് വെരി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് മൊബൈൽ ടോയ്ലറ്റുകൾ, സാനിറ്റേഷൻ ഫെസിലിറ്റി. ഇപ്പം നിന്നെ അറിയുന്നതാണ്, 3 ടോയ്ലറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഒന്ന് ആർക്കാണ്? മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ടോയ്ലറ്റുകളൊക്കെ നമുക്ക് സിറ്റികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ട്രിവാൻഡ്രത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കേണ്ട എന്താണ്? സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും എന്താണ്? പരസ്പര പൂരകങ്ങളാണ്. സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവും പരസ്പര പൂരകങ്ങളാണ്. അതുപോലെ തന്നെ GDPയുടെ 5% മാത്രമേ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ ചെലവഴിക്കുന്നുള്ളൂ. ചൈനയും ഇന്തോനേഷ്യയും എന്നീ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ചെലവഴിക്കുന്നത് കുറവാണ്. ഞാൻ വീണ്ടും പറയുന്നു, 2012 കണക്കുകൾ പ്രകാരമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, 2024 കണക്കുകൾ പ്രകാരമല്ല. ഓക്കെ,
2024 നമ്മുടെ GDP എന്ന് പറയുന്നത് 23-24 GDP എന്ന് പറയുന്നത് എത്രയാണ്? NDI എന്ന് പറയുന്നത് 8%. വിച്ച് മീൻസ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റായും എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇനി ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. PPP മോഡ് എന്ന് പറയുന്നത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുക. അപ്പം നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയുടെ എക്കോണമിയെ തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന WTOയുടെയും അതുപോലെ തന്നെ IMFൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ എക്കോണമി അങ്ങ് തുറന്നു കൊടുത്തു. ഇന്ത്യയുടെ വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണെന്ന് നമ്മൾ അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇന്ത്യക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അനിവാര്യമാണെന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ, PPP എന്ന് പറയുന്നത് കേട്ടോ. പാർട്ടിസിപ്പേഷനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, അത് ആ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. 3 സെക്ഷനായിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ അറിയോ, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാനിത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇന്ന് നമ്മൾ എടുത്തത്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിൽ എന്തൊക്കെ കാൽവെപ്പുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതായത് അതൊരു സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെക്ഷൻ, അടിസ്ഥാന സൗകര്യങ്ങളുടെ സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം 3 സെക്ഷനായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് 2ാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ട് എനിക്ക് തോന്നുന്നു ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അറിയാം, ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. പക്ഷേ ഒരു ഈ ക്ലാസ് കാണാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ചെറിയൊരു ക്ലാസ്സാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പറഞ്ഞൊന്നും മറക്കണ്ട, ചൂടാണ്, പുറത്തേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.